Sol-gel synthesis, it's a wet chemical method for the fabrication of nanocomposite. കൂടാതെ ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അടുത്തത് എന്താണ് സോള് ജെല്ലെന്ന് നോക്കാം. എ സോൾ ഈസ് എ കൊളോയിഡൽ, അതായത് ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ്. അവിടെ പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ സ്മാളാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓൺലി വാണ്ടർവാൾ ഫോഴ്സും സർഫേസ് ചാർജസും പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ജെൽ ഇറ്റ്സ് എ സെമി റിജിഡ് മാസ്. അത് ഫോം ചെയ്യുക സോളിൽ നിന്നും സോൾവെൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അങ്ങനെ അവിടെ ബാക്കിയാവുക പാർട്ടിക്കിൾസും അയൺസും. അത് ഒരുമിച്ച് കൂടിയിട്ട് ഒരു കണ്ടിന്യൂസ് നെറ്റ്വർക്കിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇതിനെ നമ്മൾ ജെൽ എന്ന് പറയാം. അപ്പോൾ സോൾ ജെൽ സിന്തസിസിൽ നമ്മൾ മോളിക്കുലാർ പ്രിക്കേഴ്സറിനെ ഡിസോൾവ് ചെയ്യാണ് വാട്ടറിലോ ആൽക്കഹോളിലോ. ദെൻ അതിനെന്താക്കി മാറ്റുകയാണ്, കൺവേർട്ട് ചെയ്യുകയാണ് ജെല്ലാക്കിയിട്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് കാണ്ടും അതുപോലെ സ്റ്റിർ ചെയ്ത് കാണ്ടൊക്കെയാണ് ജെല്ലാക്കി മാറ്റുക. ഇപ്പോൾ നമ്മൾ ആ ഒരു മോളിക്കുലർ പ്രിക്കേഴ്സറിനെ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രോളിസിസ് വഴി എന്നും, ഇനി ആൽക്കഹോളാണ് അവിടെ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിസിസ് എന്നും പറയും. ദെൻ മെറ്റൽ ആൽക്കോസൈഡ് പോലത്തെ മോളിക്കുലർ പ്രിക്കേഴ്സറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രോളിസിസ് വഴിയോ ആൽക്കഹോളിസിസ് വഴിയോ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആ ജെല്ല് വെറ്റ് ഓർ ഡാമ്പ്, അതായത് നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഡ്രൈ ചെയ്യണം അപ്രോപ്രിയേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഈ അപ്രോപ്രിയേറ്റീവ് മെത്തേഡ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വേണ്ട ആ ജെല്ലിൻ്റെ ഡിസൈഡ് പ്രോപ്പർട്ടീസിനെയും അതുപോലെ തന്നെ അപ്ലിക്കേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എടുത്തിട്ടുള്ള ആൽക്കഹോളിക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ആൽക്കഹോളിനെ ബേൺ ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ദെൻ ഡ്രൈയിങ്ങിന് ശേഷം നമ്മൾ ആ ഒരു ഉണ്ടായിട്ടുള്ള ആ ഒരു ജെല്ലിനെ നമ്മൾ പൗഡേർഡ് ചെയ്യണം. ദെൻ കാൽസ്യൻഡ്. അപ്പോൾ സോൾ ജെൽ സിന്തസിസിനെ നമ്മൾ ഫ്ലോ ചാർട്ടായി പറയുകയാണെങ്കിൽ സോളിൽ നിന്ന് ജെൽ ഉണ്ടാക്കുന്നു, ദെൻ ആ ജെല്ലിനെ ഡ്രൈ ചെയ്യുന്നു, പിന്നെ ദെൻ ഗ്രൈൻഡിങ്, സിഫ്റ്റിംഗ്, ദെൻ ഫൈനൽ പ്രോഡക്റ്റ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡാണ്, ലോ ടെമ്പറേച്ചർ ടെക്നിക്കാണ്. പിന്നെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഡോപ്പൻ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾക്ക് അത് ഫൈനൽ പ്രോഡക്റ്റിൽ അത് യൂണിഫോം ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് വരിക. ദെൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസിലി കൺട്രോൾഡ് ബൈ മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷന് ഈസിലി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോൾ ജെൽ സിന്തസിസ് ആപ്ലിക്കേഷനാണ് പറയുന്നത്. വാരിയസ് ഇൻഡസ്ട്രീസിൽ ഡ്രൈഡ് ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് സർഫേസ് കോട്ടിംഗ്, ബിൽഡിംഗ് ഇൻസുലേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പെഷ്യൽ ക്ലോത്തിങ്ങിലൊക്കെ. അതുപോലെ തന്നെ മോൾഡിംഗ് മെറ്റീരിയലായിട്ട് സെറാമിക്സിൻ്റെ മേക്കിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബയോസെൻസേഴ്സ്, ഒപ്റ്റിക്കൽസ്, സെപ്പറേഷൻ ടെക്നോളജീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ക്രോമറ്റോഗ്രഫിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.